ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് വൈറലായി. അതുപോലെ ഇനി വൈറലാകാൻ പോകുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ ഫോട്ടോ ഫ്രീ ആയി വരച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ഫോട്ടോ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ വരച്ചു തരിക എന്ന് പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യണമെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷെ ഫ്രീ ആയി ഒരു പെണ്ണിനെ കൊണ്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. അത് കൂടാതെ അതിൽ ഒട്ടനവധി പ്രത്യേകതകളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ആക്കി തീർക്കാം, അതുപോലെ ഇഷ്ടമുള്ള ഫോട്ടോ ആക്കി തീർക്കാം. അങ്ങനെ ആ ഒരു സോങ്ങിനുള്ളിൽ ആ ഒരു വീഡിയോക്കുള്ളിൽ ഇഷ്ടമുള്ള സോങ്ങുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിച്ചിട്ടുണ്ട്. ഐഫോണിലുമുണ്ട്, ആൻഡ്രോയിലുമുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോ അവസരം വരെ കണ്ട ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ഐഫോണിലുമുണ്ട് ആൻഡ്രോയിലുമുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഒട്ടനവധി എഫക്റ്റുകൾ നമുക്ക് നൽകാൻ സാധിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു പ്രൊഫൈലും കാര്യങ്ങളും ഉണ്ടാക്കാനുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തോ നിങ്ങൾ സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹോട്ട് എന്ന് എഴുതിയൊരു ഭാഗം സാധിക്കും. ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പരസ്യം വരും. പരസ്യം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ പരസ്യം ക്ലോസ് ചെയ്യുക. ഞാൻ സൗണ്ട് കുറയ്ക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ സൗണ്ട് കുറച്ചിട്ടുണ്ട്. കാരണം സൗണ്ട് കോപ്പിറൈറ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ റീപ്ലേസ് ഫോട്ടോ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, സാധാരണ ഒരു ഫോട്ടോ, നോർമലായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ക്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ക്രോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അതിലേക്ക് ഇൻക്ലൂഡ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 35, 38, 40, 50 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ ആ ഒരു സ്ത്രീ ഇവിടെ വരച്ച് തരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കിയാൽ എത്രയും കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോ അവിടെ വരച്ച് തന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഒരു ഫോട്ടോ ആക്കി ഉപയോഗിക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീപ്ലേസ് മ്യൂസിക് എന്നുള്ള ഭാഗം കാണിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ഇഷ്ടംപോലെ മ്യൂസിക്കുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആ ഒരു വീഡിയോക്ക് ആഡ് ചെയ്തതിന് ശേഷം താഴെ കാണാൻ സാധിക്കും മേക്ക് എന്നുള്ള ഭാഗം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മേക്ക് ആകുന്നുണ്ട്. ഈ മേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ ഒന്നും നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടെയൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു വാൾപേപ്പർ ആക്കി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈവ് വാൾപേപ്പർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ഒരു വീഡിയോ വാൾപേപ്പറായിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്പം വെയിറ്റ് ചെയ്യുക, പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായി മാറി. ഇവിടെ നമുക്ക് അപ്ലൈ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ഇതിലേക്ക് വാൾപേപ്പറായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ലോക്ക് സ്ക്രീൻ ഡൈനാമിക് എഫക്റ്റ് നോട്ട് സപ്പോർട്ടഡ്. ഓക്കെ, എൻ്റെ മൊബൈൽ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്കിത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടനവധി എഫക്റ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുട്ടിയോടൊക്കെ ഫോട്ടോസൊക്കെ മനോഹരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നലെ നമ്മുടെ പേജിലൂടെയൊക്കെ പരിചയപ്പെടുത്തിയ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രത്യേകിച്ച് വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത തരമായിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് ഇതുപോലെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഓരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. മാജിക് കട്ട്, ലവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലവ് സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് MV എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവീസ് സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ ഹാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോട്ടോ സംബന്ധമായിട്ടുള്ള ഫോട്ടോ വരക്കുന്നത് സംബന്ധമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു മിഷനറി ഒരു ഫോട്ടോ സ്കാൻ ചെയ്തെടുക്കുന്നത് പോലെ ഉണ്ട് ഇവിടെ ഉള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. പല രീതിയിലുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് കൊടുക്കേണ്ട എന്തെങ്കിലും ഇതേമാതിരി പേര് മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരുകൾ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു പേര് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് മേക്കിംഗ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായി മേക്കായി. നമുക്ക് അതിലേക്ക് പേര് ആഡ് ചെയ്യണം. പേര് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ യുവർ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റ് നിങ്ങൾ മായ്ച്ചു കൊടുക്കുക. മായ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. ഫിറോസ് ദാദു.
ഓക്കെ, എന്നതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ആ ടെക്സ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. നമുക്കൊന്ന് നോക്കാം കേട്ടോ, ഫിറോസ് ദാദു. ഓക്കെ, അത് നമുക്ക് ഫോണ്ടുകളും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം, മ്യൂസിക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പ്ലീസ് സെലക്ട് 5 ഫോട്ടോ, നമുക്ക് ഇഷ്ടമുള്ള 5 ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ 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 5 ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്തു. അതിന് താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അതിലേക്ക് ആഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, വെറൈറ്റി ആയിരിക്കും. ഓക്കെ, ആദ്യം എൻ്റെ പേര് വന്നു, പിന്നെ ആ പുസ്തകം തുറക്കുകയാണ്. പുസ്തകം തുറക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതായി മാറി. ഇപ്പോൾ ഉണ്ടോ, മൈ ഫസ്റ്റ് ലവ് ഉണ്ടോ, ആ ഒരു ഫോട്ടോ ആ ഒരു രീതിയിലേക്ക് മാറി. അടുത്ത പേജ് തുറക്കുമ്പോൾ അടുത്തൊരു ഫോട്ടോ, അടുത്ത പേജ് തുറക്കുമ്പോൾ അടുത്തൊരു ഫോട്ടോ. ഇതേ രീതിയിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളും ഫേസ്ബുക്ക് അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.